എവിടായിരുന്നു? ഇന്നാ രജിസ്റ്റർ കല്യാണം. സാക്ഷികൾ ഒപ്പിടണമല്ലോ. ഒന്ന് ഗോപാൽജി ആവാമെന്ന് വിചാരിച്ചിരുന്നത്. കാണാതായപ്പോൾ സലോമി എന്നത് ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു. ഗോപാൽജി എവിടെയായിരുന്നു? ഒരാളുടെ 16 അടിയന്തരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരിക. ഓ, മരിച്ചാരാ? ബംഗാളിയോ ഒറീസയോ? ഒരു കിഴങ്ങ് മലയാളി. അയ്യോ പാവം. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യമൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ? ഈ രജിസ്റ്ററിലൂടെ കഴിയുമ്പോൾ എല്ലാം ഓക്കെ. എൻ്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി. നല്ല കാര്യം. ഗോപാൽജി, എൻ്റെ ഈ ജുബ എങ്ങനെയുണ്ട്? ബൈക്ക് പറ്റുവാണെങ്കിൽ കുറച്ച് കാശ് ബാക്കി നമുക്ക് വാങ്ങിച്ചത്. കല്യാണമല്ലേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഒരു ജുബയുടെ കുറവേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്ത് തൊഴിൽ? ഇനിയിപ്പോൾ ഏജൻറ്റ് പണി പോയാലും പേടിക്കാനില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല, കുറ്റൻ്റെ തന്നെയാണ്. ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഭാര്യ, മക്കൾ, അളിയൻ, SI. ഗോപാൽജി ഇനി ഇന്നാ വൈകും. പോട്ടെ, രജിസ്റ്റർ കഴിഞ്ഞ് കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഹലോ സലോമി, ഞാൻ ഇവിടെ എത്തി. അപ്പച്ചന് ഈശ്വര, എവിടെ കരയല്ലേ സലോമി? ഞാൻ എന്താ വരാം, ഇപ്പൊ വരാന്ന്. കിളവന് നെഞ്ചുവേന വരാൻ കണ്ട സമയം. എന്താ നമ്മൾ അപ്പച്ചനെ പറ്റിയ? എവിടെ കിടത്തിയിരിക്കുന്നത്? എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് കൊണ്ടുപോയിരിക്കുക. ഇന്നലെ രാത്രി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ റൂമിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാം എനിക്കെന്തോ തളർച്ച പോലെ, ഉടനെ ആശുപത്രി പോകണമെന്ന്. ഇനിയിപ്പോൾ പൊറോട്ട കഴിച്ചുകൊണ്ടുള്ളായിരിക്കും. അതിൻ്റെ ഒന്നല്ല, അപ്പച്ചൻ എന്നും 5-6 പൊറോട്ട കഴിക്കുന്നതല്ലേ. പതുക്കെ പോലെ COAD ആണോ സിസ്റ്റർ? പേഷ്യൻ്റ് എൻ്റെ അപ്പച്ചന് COAD അല്ലെങ്കിൽ TIA, CCF അങ്ങനെ വല്ലതും ആണോ? ഡോക്ടർ വരുമ്പോൾ ചോദിച്ചോളൂ. സിൽവിമോൻ ആരെ പറ്റിയാ CAD ആണോ എന്ന് ചോദിച്ചത്? CAD അല്ല അമ്മച്ചി, COAD അസുഖത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്. ഞങ്ങൾ ഈ മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്ന ചുരുക്കപ്പേര്. നമ്മുടെ കല്യാണം മുടങ്ങി. അതാണ് ഇപ്പോൾ പ്രധാന കാര്യം. ഈ അവസ്ഥ ഞാൻ എങ്ങനെ ജർമ്മനി പോകും? അയ്യോ, വിസ ക്യാൻസൽ ആവില്ലേ? സലോമി, ഈ കിടക്കുന്ന എൻ്റെയും കൂടെ അപ്പച്ചൻ യാത്ര മുടക്കുന്നതിനെ പറ്റി ആലോചിക്കുക വേണ്ട. അത് ശരിയാ മോളെ. സിൽവിമോൻ ഉണ്ടല്ലോ ഇവിടെ. മോൻ കടം വാങ്ങിച്ച കാശാ വിസയ്ക്ക് കൊടുത്തത്. എല്ലാം വെറുതെ ആവത്തില്ലേ? ഇല്ല അമ്മച്ചി, ഞാൻ ജർമ്മനി പോകുന്നില്ല. സലോമി നീ ഒരു മിനിറ്റ് അമ്മച്ചി. ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്. ഒരു നഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാനുണ്ട്. എന്നെ വിശ്വാസമില്ല. എന്നാലും സലോമി ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? ഒരു കാരണവശാലും യാത്ര മുടക്കരുത്. മറ്റന്നാളിലെ ടിക്കറ്റ്. അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ വന്നാൽ മതി. ആ വരവിൽ നമ്മുടെ കല്യാണം. ധൈര്യമായിട്ട് വിമാനത്തിൽ കയറിക്കാം. ചെല്ലമോളെ, അപ്പച്ചൻ ആശുപത്രി ഡിസ്ചാർജ് ചെയ്തല്ലോ. ഡിസ്ചാർജ് ചെയ്തല്ല മോനെ, ഡോക്ടർമാരുമായിട്ട് വഴക്കിട്ടതാ. ആശുപത്രി കിടന്ന അപ്പച്ചന് മതിയായി, അതാ കാര്യം. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം അറിഞ്ഞത്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മാസത്തിലൊരിക്കലും ചെക്കപ്പിന് പോയാൽ മതി. ഇതകത്തേക്ക് വെച്ചേ. അപ്പച്ചന് ഹോർലിക്സും കുറച്ച് ഫ്രൂട്ട്സൊക്കെ. സിൽവിമോൻ ഇരിക്കെ, ചായ എടുക്കാം. അപ്പച്ചൻ ബാത്റൂമിലാ. നല്ല കാര്യം. സലോമി പോയിട്ട് വിളിച്ചില്ലല്ലോ അമ്മച്ചി? വിളിച്ചില്ലേ? ഇവിടെ അപ്പച്ചനെ ഒരു തവണ വിളിച്ചു. അതെപ്പോഴായിരുന്നു മോളെ? പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട്. പുതിയ സ്ഥലമല്ലേ, താമസമൊക്കെ ശരിയാവുന്നേ ഉള്ളൂ. പിന്നെ IST വിളിക്കാനുള്ള കാശ് കയ്യിലില്ലല്ലോ, ശമ്പളം കിട്ടണ്ടേ. അല്ല, അവിടെ വേറെയും മലയാളി നഴ്സുമാർ കാണില്ലേ? അവരുടെ ഫോൺ എന്തെങ്കിലും വിളിക്കാമല്ലോ. കഷ്ടകാലത്തിന് ആ ആശുപത്രിയിൽ ഒറ്റ മലയാളി നേഴ്സ് ഇല്ല. ഉടനെ വിളിക്കും. മോനെ വിളിക്കാതിരിക്കും അവള്. മോനിരിക്കും. ഇതാരോടായി നോക്കട്ടെ. ആരും ഇല്ല.
മഞ്ഞ കളറിലെ ഗുളിയല്ലേ അത് 1 മാസം കൂടെ കൊടുത്തു. അപ്പച്ചൻ ഈ പപ്പടം അച്ചാറൊന്നും കഴിക്കണ്ട. ബീഫ് കഴിക്കോ? പിന്നെ ഇപ്പൊ ബീഫ് കഴിക്കാഞ്ഞിട്ടാ. അപ്പച്ചൻ്റെ ബീഫ് ഞാൻ ഏറ്റു. അറിയല്ലോ. സിൽവി മോനെ കൈ ചീത്തയാക്കണ്ട, അമ്മ ചെയ്തോളെ ഇതൊക്കെ. ഞാനൊന്ന് പഠിക്കട്ടെ. ജർമ്മനി ചെന്ന് അവളെ സഹായിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ആ ശരിയാ, അല്ലെങ്കിൽ അവൾക്ക് ഇതൊന്നും അറിയത്തില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. നീ ഇങ്ങനെ കരയാതെ വെച്ചേ. പെമ്പിള്ളേരായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഓളെന്തിനാ കരയുന്നത്? ഇവിടെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒരുത്ത ശല്യം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് നമുക്ക് നാളത്തോടെ ശരിയാക്കാം. അത്രേ ഉള്ളൂ. വാ. ഞാനും ഈ പണി കുറേ പഠിച്ചതാണ്. എക്കോ എടുക്കണം, വേണ്ടി വന്ന ആൻജിയോഗ്രാമം ചെയ്യണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ ക്രിയാറ്റിൻ ലെവൽ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഡോക്ടർമാരത് മൈലിയുന്നില്ല. കാരണം എന്താ? ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാനുള്ള മരുന്ന് അലോപ്പതിയിലില്ല. അതിന് ഹോമിയോപ്പതി നോക്കണം. കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ഇക്ബാൽ, മിടുക്കന. അപ്പം ചെന്നാ മിണ്ടായിരിക്കുന്നത്? ഹാപ്പി അല്ലേ? എന്തു പറ്റി അമ്മച്ചി? ഇത്ര സ്നേഹമുള്ള എന്നെ മനസ്സിലാക്കാൻ എൻ്റെ മോക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ. എന്ത്? ഇന്ന് വന്നാ വാട്സപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കും മോളെ. ഇത് നമ്മുടെ സലോമിയല്ലേ? കൂടെ നിൽക്കുന്ന ആ ജർമ്മൻകാരൻ സാഹിബിന് ആ വഞ്ചക്ക് കെട്ടി. പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുന്നു, ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേനുണ്ടോ. പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുന്നു, ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേനുണ്ടോ. വണ്ടി എടുത്ത് മാറ്റാ നീ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ് ഞാൻ. അയ്യോ CID. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെരുങ്കള്ളൻ ഈ ബസ്സിലുണ്ടെന്ന് ഒരു അജ്ഞാത സന്ദേശം കിട്ടി. അവനെ പിടികൂടാൻ എല്ലാവരും സഹകരിക്കണം പ്ലീസ്. ഒരു CID ജീവനോടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ജീവനില്ലാത്ത CIDയെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ കോന്തനാണ് CID. ഉണ്ടാ കോന്തനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയായിരിക്കും. വാ മോനെ. എന്തായാലും എന്തോരം മാന്യൻ. മാന്യന്മാരൊക്കെ ഈ പണിക്ക് ഇറങ്ങുന്നത്. ബാഗ് മാറ്റാ മോന്തത് കാണട്ടെ. എല്ലാവർക്കും CID ഡിപ്പാർട്ട്മെന്റ് നന്ദി. റേവ സാബ് ശുക്രിയ. എന്നാലും ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ. ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ നിന്നെ അറിയാം. നീ കോടിയേരി ബാലകൃഷ്ണൻ.